ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ പ്രാവശ്യം ഓണത്തിനായി ഒരുക്കിയ ആക്ഷൻ പാക്ക് മൂവി ഖലീഫ. സിനിമയുടെ പേര് പോലെ തന്നെ ഒരു കിൻഡൽ ഹൈ വോൾട്ടേജ് ആക്ഷൻ പാക്ക് മൂവി ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന മൂവിയായിരുന്നു ഖലീഫ. ഈ സിനിമയുടെ ട്രെയിലറും ടീസറും കണ്ട് അതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര ക്ലിക്കായിരുന്നു. ഹൈലി എക്സ്പെക്ടേഷനോടെ ആയിരുന്നു പൃഥ്വിരാജ് ഖലീഫ എല്ലാവരും ഓണത്തിന് പ്രതീക്ഷയായി കാത്തിരുന്നത്. വമ്പൻ ക്യാമിയോവും ആക്ഷൻ സീൻസും ഫുൾ ത്രില്ലായിരിക്കുമെന്ന് സിനിമ എന്നായിരുന്നു മേക്കേഴ്സോടെ നിഗമനം. പക്ഷെ മൂവി സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഒരു ഫ്ലാറ്റ് പേസിൽ ഒരു ആക്ഷൻ പടം പോണ പോലെ ഒരു മൂവിയാണ് ഖലീഫ. തമിഴ് സിനിമ സൂര്യയുടെ അയണും KGF-ന് ഇൻസ്പയർ ചെയ്ത് ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കിയ പോലെ പടം പോലെയായി മാറി ഖലീഫ. ഒരു പോസിറ്റീവ് പോയിന്റ് പൃഥ്വിരാജിന്റെ ലുക്കും ബോഡി മേക്ക് ഓവർ മാത്രമാണ്. ബാക്കി മൊത്തം പടം ഒരു ഭയങ്കര ശോകം, ഒരു ഫ്ലാറ്റ് ആക്ഷൻ മോഡിലാണ് പോകുന്നത്. ഇതൊരു സ്മഗ്ലിംഗ് അണ്ടർവേൾഡിന്റെ കഥയായാണ് ഖലീഫ തുടങ്ങിയത്. പിന്നെ അത് കാരണം ഉണ്ടാവുന്ന ഫാമിലിയിലെ നാശനഷ്ടങ്ങൾ. പക്ഷെ ഒരിടത്തും ഈ മൂവി ഒരു ഫീലും ഒരു ഓഡിയൻസിനെ കണക്ട് ആവുന്നില്ല. രഞ്ജിത്ത് പണിക്കരുടെ ക്യാരക്ടർ കുറച്ചെങ്കിലും ഈ സിനിമയിൽ കാണാൻ തോന്നുന്ന മാതിരി പോകുന്നത്. പിന്നെ ജേക്സ് ബിജോയിന്റെ ദ ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞ BGM മ്യൂസിക്, അത് മാത്രമാണ് ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ്. ബാക്കിയുള്ള പാട്ടുകളും മ്യൂസിക്കും ഭയങ്കര ഇറിറ്റേറ്റിംഗ്, ഭയങ്കര ലൗഡാണ്. പിന്നെ ലാസ്റ്റത്തെ 10 മിനിറ്റ് സിനിമയിലെ എല്ലാ ക്യാമിയോകളും, അതുവരെ ഓഡിയൻസ് അവിടെ പിടിച്ചു നിൽക്കണ്ടേ. ക്യാമിയോടെ കത്തില് കത്തിക്കാനായിട്ട് പടം ബാക്കിയുണ്ടായിരുന്നില്ല. അത് കാരണം ക്യാമിയോടെ ഇമ്പാക്റ്റും അത്രയ്ക്ക് ഏറ്റില്ല. സോ ഓവറോൾ ഈ സിനിമ ഒരു ബിലോ എവറേജ് മൂവി, 2 out of 5. നിങ്ങളുടെ റിസ്കിൽ പോയി വേണമെങ്കിൽ കാണാം. നിങ്ങൾ ഈ പടം കണ്ടതിന് ശേഷം നിങ്ങളുടെ റിവ്യൂ കമന്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.